എസെക്കിയേൽ 16:5-6 വായിച്ചോളൂ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിംപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അതായത് ഉടമ്പടിക്കാലത്ത് നമുക്കുണ്ടാകുന്ന മനുഷ്യാവസ്ഥകളുടെ ഒരു പരിച്ഛേദമാണ്. ഓക്കെ, ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ, രണ്ടാമത്തെ വരവാണ്. ദൈവം വീണ്ടും വരുന്നു. ദൈവം നമ്മെ വിടത്തില്ലല്ലോ. ഞാൻ നിന്റെ അടുത്ത് കൂടി കടന്നുപോയി. നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു. 6 മുതലുള്ള വചനങ്ങളാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. നീ വളർന്നു. എന്താണ്? ദൈവത്തിൻ്റെ ആശീർവാദമാണ്. ഉടമ്പടിയിൽ വളർച്ച ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൗതിക ആത്മീയ മേഖലയിൽ എന്തുണ്ടാകും? വളർച്ച ഉണ്ടാകും. എന്താ കാര്യം? ദൈവമാണ് ഉടമ്പടി അറ്റത്ത് നിൽക്കുന്ന ആള്.